ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗുരുവിൻ്റെ യഥാർത്ഥ പ്രാധാന്യത്തെക്കുറിച്ചും സോഹം എന്ന മന്ത്രത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചുമാണ്. റിവർട്ട് ട്രീ ഓഫ് ലൈഫ് എന്നതിനെക്കുറിച്ചും നമുക്ക് വിചിന്തനം ചെയ്യാം. ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു, ഈ സൃഷ്ടി മറിഞ്ഞ ഒരു വൃക്ഷം പോലെയാണ്, തലതിരിഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷം പോലെയാണെന്ന്. വേരുകൾ മുകളിലേക്കും കൊമ്പുകൾ താഴേക്കും. നാം ശരീരമല്ല, നാം ആത്മാവാണ്. നമ്മുടെ യഥാർത്ഥ വേര് ഈ ലോകത്തല്ല, ഉയർന്ന ആത്മാവിലാണ്. ഈ ആത്മീയ വേരിനെ സൂത്രാത്മ എന്ന് വിളിക്കുന്നു. സാധാരണ മനുഷ്യനിൽ ഈ ബന്ധം ചിലന്തിവലയുടെ നൂൽ പോലെ നേർത്തതാണ്. കാരണം അജ്ഞാനം, ആത്മനിയന്ത്രണക്കുറവ്, ശരീരബോധം. സോഹം മന്ത്ര, സോഹം പോസ്, സോഹം. അർത്ഥം ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ വികാരമല്ല, ഞാൻ ഈ ചിന്തയുമല്ല, ഞാൻ ആത്മാവാണ്. ഈ ബോധം വരുമ്പോൾ സൂത്രാത്മ ശക്തമാകുന്നു. ഒരു സൂക്ഷ്മ സത്യം മനസ്സിലാക്കൽ ആദ്യപടി മാത്രം, ഓർമ്മിക്കൽ രണ്ടാമത്തെ പടി. അതുകൊണ്ടാണ് യോഗിമാർ, സ്വാമിമാർ എല്ലാ ദിവസവും പറയുന്നത്, ഞാൻ ശരീരമല്ല. യോഗം, യൂണിയൻ ചെയ്യുക, യോഗ, ദ പർപ്പസ് ഓഫ് യോഗ. ഇത് ശാരീരിക വ്യായാമം മാത്രമല്ല, ശ്വാസം മാത്രമല്ല, പ്രാണായാമങ്ങൾ മാത്രമല്ല, ആത്മീയ ഐക്യവുമാണ്. ശരീരം ജീവിച്ചിരിക്കുമ്പോൾ ഉയർന്ന ആത്മാവുമായി ചേരലാണ് യോഗം. ഗുരു മന്ത്രം നൽകുന്നില്ല, ബന്ധം ശക്തമാക്കുന്നു. ശുദ്ധീകരണമില്ലെങ്കിൽ ശക്തിപാതം പോലും നമ്മെ ഉയർത്തില്ല. അതിനാൽ സ്വഭാവശുദ്ധി ആദ്യം. ഷിർദി സായിബാബ പറഞ്ഞു, നീ നായയെ ഭക്ഷിപ്പിച്ചപ്പോൾ നീ എന്നെയായിരുന്നു ഭക്ഷിപ്പിച്ചത്. ഏകത്വം. അവസാനം ഓർക്കുക, ഗുരു നമ്മെ രക്ഷിക്കുന്നവനല്ല, നമ്മെ ഓർമ്മിപ്പിക്കുന്നവനാണ്. സോഹം.